ശ്രീ പി എസ് സുബാൽ. സർ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ പദ്ധതികളൊന്നാണ് സർ. സർ, കോടിക്കണക്കിന് തൊഴിലാളികളാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് നിരന്തരമായി ഈ പദ്ധതിയെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് സർ. സർ, തൊഴിലാളികളുടെ വേതനം കഴിഞ്ഞ 3 മാസക്കാലമായി നൽകുന്നില്ല. സർ, കേരളത്തിൽ ഏതാണ്ട് 400 കോടിയിലധികം രൂപയാണ് ഇതുവരെ വേതന കുടിശ്ശികയുള്ളത്. സർ, കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ 86,000 കോടി രൂപ മാത്രമാണ് അനുവദിച്ചത്. സർ, 2025-26 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിലും 86,000 കോടി രൂപ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. സർ, ഈ വർഷത്തിൽ 8.5 കോടിയിലധികം തൊഴിൽ ദിനങ്ങൾ നടപ്പാക്കിയപ്പോൾ 6 കോടി തൊഴിൽ ദിനങ്ങൾ മാത്രമാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ അംഗീകാരം നൽകിയിട്ടുള്ളത്. സർ, തൊഴിലുറപ്പ് വേതനം കൊണ്ട് ഉപജീവന മാർഗം തേടുന്ന തൊഴിലാളികളെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ വർഷത്തെ കുടിശ്ശിക തീർക്കുന്നതിനാവശ്യമായിട്ടുള്ള തുക അടിയന്തരമായി ലഭ്യമാക്കേണ്ടതുണ്ട്. സർ, ഈ നിലപാടിനെതിരെ രാജ്യവ്യാപകമായി തൊഴിലാളികൾ സമരത്തിലാണ്. സർ, കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ ഈ നയത്തിനെതിരെ കേരളത്തിലെ ഗവൺമെൻറ് വിയോജിപ്പ് രേഖപ്പെടുത്തുകയും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ട്രൈബൽ പ്ലസ് തൊഴിലാളികൾക്കും തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ട ഇടപെടൽ നടത്തണമെന്നും ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുകയാണ്. സർ, ബഹു തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്റ് കാര്യ വകുപ്പ് മന്ത്രി. സാർ, മറുപടി വളരെ വിശദമാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞിട്ട് ബാക്കി മേശപ്പുറത്ത് വയ്ക്കാം. സാർ, നിലവിൽ കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകാത്തത് മൂലം അവിദഗ്ധ തൊഴിലാളികളുടെ വേതനം 546.67 കോടി രൂപ കുടിശ്ശികയുണ്ട്. ഇന്ത്യയിൽ തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും കാര്യക്ഷമമായിട്ട് നടപ്പാക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. 2024-25 വർഷം 10.5 കോടി തൊഴിൽ ദിനങ്ങൾക്കുള്ള ലേബർ ബജറ്റ് നമ്മൾ സമർപ്പിച്ചെങ്കിലും 6 കോടി തൊഴിൽ ദിനങ്ങൾ മാത്രമാണ് കേന്ദ്രം അനുവദിച്ചത്. നിലവിൽ നമ്മൾ 8.57 കോടി തൊഴിൽ ദിനങ്ങൾ വരെ സൃഷ്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ കേന്ദ്രം അനുവദിച്ചതിനേക്കാൾ കൂടുതൽ നമ്മൾ സൃഷ്ടിച്ചു. നമ്മൾ ചോദിച്ചതിനേക്കാൾ കുറവേ കേന്ദ്രം തന്നിട്ടുള്ളൂ. സർ, 25-26 നമ്മുടെ തൊഴിൽ ദിനം വീണ്ടും 5 കോടിയായിട്ട് വെട്ടിക്കുറച്ചിരിക്കുക. അപ്പോൾ പകുതിയിലധികമായിട്ട് വെട്ടിക്കുറച്ചിരിക്കുന്നു. ഒരു കടും വെട്ടാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. ഇതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നിരന്തരം ഈ ലേബർ ബജറ്റ് വർദ്ധിപ്പിക്കാനുള്ള ഇടപെടൽ നമ്മൾ നടത്തിയിരുന്നു. അതിനു പുറമെ മന്ത്രി എന്ന നിലയിൽ ഞാനും ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് കത്ത് അയച്ചിട്ടുള്ളതാണ്. അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് നമ്മൾ ആവശ്യപ്പെട്ടത് 11 കോടി, തന്നത് 5 കോടി, 10-ൽ താഴെ. ഇതാണ് സാർ സ്ഥിതി. ഞാൻ ബാക്കി വിശദമായിട്ടുള്ള മറുപടി ഇവിടെ മേശപ്പുറത്ത് വയ്ക്കുകയാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടാണ് കേരളത്തോട് കാണിക്കുന്ന ഈ സമീപനത്തിനെതിരെയുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ഇത് പൊതുവിൽ ആവർത്തിച്ചു വരുന്ന കേന്ദ്ര ബജറ്റുകളിൽ തൊഴിലുറപ്പിന്റെ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വേണം ഇതിനെ കാണാൻ. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.